എടോ ആലിക്കുട്ടി, താൻ വലിയ ബുദ്ധിമാനല്ലേ? ആ തെണ്ടി AICയുടെ ശല്യം ഒഴിവാക്കാൻ എന്തേലും വഴിയുണ്ടോടൂ? അയ്യോ, അങ്ങേര് വെറും ഒരു പാവല്ലേ സാറേ? പാവോ? ആ, ഒരാളെങ്കിലും സത്യസന്ധനായ പോലും ഇത്ര വലിയ കുറ്റമാണോ? പിന്നെ വലിയ കുറ്റമാണ്. സത്യസന്ധന്മാരെ പിടിച്ച് അകത്തിട്ടില്ലെങ്കിലേ മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. സാറിന് ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ സകല ഐഡിയയും പൊളിക്കുന്ന ആ തെണ്ടിയല്ലേ? എന്തായാലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും അവനെ സ്ഥലം മാറ്റിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. സാറേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ തൽക്കാലം പുള്ളിക്കിട്ട് 2 പൊട്ടിച്ചാ പോരെ? അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട് സാറേ. ആ വഴിയാ ദോ നടന്നു വരുന്നത്. തനിക്ക് 100 ആയുസാടും. ആഹാ, നിങ്ങളൊക്കെ കാരണം അത് മാറി കിട്ടും. എന്താ സാറേ? എന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എന്താ ഗതയൊക്കെ ആയിട്ട് ലങ്കയ്ക്ക് പോവാണ്? ഇത് ഗതയൊന്നും അല്ല സാറേ, പുതിയ റേഷൻ കാർഡ് ശരിയാകുന്ന അറിയാൻ വേണ്ടി കടയിലോട്ടൊന്ന് പോവാ. നിനക്ക് സാറിനൊന്ന് സഹായിച്ചൂടെ? എന്താ സാറേ, ആരെങ്കിലും തട്ടണോ? പറ. അയ്യോ, അതൊന്നും വേണ്ട. താൻ ഒരുത്തനെ ഒന്ന് വിരട്ടിയാ മതി. ആരാ സാർ ആള്? ആളിനെയൊക്കെ തനിക്കറിയാം. നമ്മുടെ ASI സാറാ കക്ഷി. അയ്യോ, ആ പാവത്തിനെയൊക്കെ വിരട്ടിയ പാവം കിട്ടും സാറേ. ചുമ്മാ വേറെ പണിയൊന്നുമില്ലാതെ ഇവിടെ നിന്ന് നേരങ്ങളായപ്പോ എന്റെ റേഷൻ കാർഡിന്റെ കാര്യം നോക്കിട്ട് പറ്റും. ഒന്നില്ലെങ്കിലും ഉപ്പും കൂട്ടി കഞ്ഞിയെങ്കിലും കുടിക്കാലോ സാറേ. ഞാൻ പോട്ടെ സാറേ. സാറ് വിളിക്കണേ. എടാ, നീ ഒന്നും ചെയ്യണമെന്നല്ലേ ഈ പറഞ്ഞത്? ചുമ്മാ ഒന്ന് വരട്ടിയാ മതിയെന്ന്. അതെങ്ങനെ സാറേ? ഒന്നില്ലെങ്കിലും സാറിനെ പോലത്തെ ഒരു പോലീസുകാരനല്ലേ ആ സാർ? സാറിനെ പോലത്തെ പോലീസല്ല, അങ്ങേര് സത്യസന്ധനാ. സാറ് മാന്യ. സാറേ, ഇരുട്ടത്ത് 2 അടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ സാറേ, ഒരു പോലീസുകാരനെ മൊത്തമൊക്കെ വിരട്ടണമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല സാറേ. എന്റെ പുഷ്കര, നീ ഒന്നും ചെയ്യണ്ട. ഒരു ഗുണ്ടയുടെ എഫക്റ്റില് അങ്ങേരെ മുമ്പിൽ ചെന്ന് നിൽക്കൂ. അതൊക്കെ ചെയ്യാം, പക്ഷെ അതെങ്ങനെ വർക്കൗട്ടോ സാറേ? എന്റെ പുഷ്കു, സംഗതി സിമ്പിളാ. നമ്മൾ ആദ്യം ഒരു അജ്ഞാത ഫോൺ കോളായി പുള്ളിയെ വിളിക്കും. എന്നെ കൊണ്ട് പറ്റൂല സാറേ. എന്റെ സൗണ്ട് കറക്റ്റ് ആയിട്ടാ സാറിന് അറിയാം. എടാ, അതിനല്ലേ സാറ് ഇരിക്കുന്നേ. സാറേ ഒച്ച മാറ്റി വിളിച്ചാ മതി. അത് വേണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. സാറ് വിളിച്ചാൽ ഞാൻ അങ്ങനെയുള്ള മുന്നിൽ പോയി നിൽക്കാം. എന്നാ നിന്റെ ഫോണിങ്ങട്. ഓസയടിച്ച് ഇപ്പൊ സാറിന് എന്റെ ഫോണും വേണമല്ലേ? ആകെ 2 രൂപയുള്ളൂ സാറേ. വല്ല കൊട്ടേഷൻ പണി പിടിക്കാൻ മിസ് കോൾ അടിക്കാനാണ്. ഇങ്ങോട്ട് കാശൊക്കെ സാറ് തരും, നീ ഫോൺ അങ്ങോട്ട്. ഓഫർ ഒന്നും ഇല്ലടേ. ഇത് ജാഫറിനെ മോഷ്ടിച്ചതാണ്. ഓ, ഇതെന്തിനാ സാറേ? ഫിംഗർ പ്രിന്റ് പറ്റാതിരിക്കാനാണ്. ഒരു കാര്യത്തില് പപ്പൻ സാറിനെ സമ്മതിച്ചിരിക്കുന്നു. അതേത് കാര്യത്തില്? അല്ല, ഇത്രയും വലിയ CSRനോട് സത്യസന്ധനായ സാറ് ഒറ്റയ്ക്ക് പൊരുതുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമില്ലേ? എന്റെ കുട്ടി, അക്കാര്യത്തിൽ എന്റെ ഗുരു മഹാത്മജിയാ. ഇത്രയും വലിയ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അദ്ദേഹം ഒറ്റയ്ക്ക് പൊരുതിയില്ലേ? പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് എന്തോന്ന്? ഏത് കാര്യത്തിലും നമുക്ക് ധൈര്യം വേണം കുട്ടി. ഈ ഭയമുണ്ടല്ലോ, അതാണ് നമ്മളെ തകർക്കുന്നത്. ഭയത്തെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പേടിക്കേണ്ടി വരില്ല. ഷർട്ടിന്റെ ബട്ടണ കിട്ടോണ്ടില്ലടേ, റോഡിൽ തുണിയില്ലാതെ എന്തുവാടേ? ഹലോ, പോലീസ് സ്റ്റേഷൻ ആരാണ്? ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? അതെ, ആരാണ്? ഇത് ASI സാറാണോ? അതെ, ഇതാരാണ്? ഞാൻ CID ഉണ്ണികൃഷ്ണൻ സിനിമ കണ്ട സാറിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. സാറിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. അല്ല, അഭ്യുദയകാംക്ഷിക്ക് പേരില്ലേ? എന്താ കാര്യം പറയൂ. അഭ്യുദയകാംക്ഷികൾ അങ്ങനെ പേര് പറയില്ലല്ലോ സാറേ. സാറിന്റെ ജീവന് ഭീഷണിയാകുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്റെ ജീവന് ഭീഷണിയോ? അല്ല, നിങ്ങൾ ആരാന്ന് പറയൂ. എന്താ സാറേ? ഹലോ, എന്റെ ജീവന് ഭീഷണിയാണെന്ന്. സംസാരം ഓക്കെ അല്ലേ? ആരാ സാറേ ഫോണില്? ഹലോ, ആരാ? അയ്യോ, ഇത് കേട്ട് പേടിച്ച് തന്റെ ശബ്ദവും മാറിയോ? സംഗതി ഇത്രേ ഉള്ളൂ. ഒരാൾ തന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ വേണ്ടി ഗുണ്ടാ പുഷ്കറിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. ഹലോ, നിങ്ങളാരാ? ഹലോ, ശീലേ, അയാൾ എന്താ പറഞ്ഞേ? അത് ഞാനിപ്പോ എങ്ങനെ മനുഷ്യനെ ടെൻഷൻ പിടിപ്പിക്കാതൊന്ന് പറയേ. സാർ ഇത്രയും ധൈര്യം ഇല്ലാത്തവനാണോ? സാർ ഇപ്പോഴല്ലേ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്? അയ്യോ, ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും നമ്മളെ പേടിപ്പിക്കാൻ വരുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. സാറിന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ ഏതോ ഒരുത്തൻ ഗുണ്ടാ പുഷ്കറിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞത്. അയ്യോ, അതിന് ഞാൻ എന്ത് വെയിറ്റ് ചെയ്തു? സാറിന്റെ സത്യസന്ധത പാറയായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും സാറേ. എന്റെ മഹാത്മാവേ, അങ്ങ് കണ്ടില്ലേ, സത്യസന്ധതയ്ക്ക് നാട്ടിൽ ഒരു വിലയില്ലല്ലോ.
പുഷ്കരൻ ഇങ്ങോട്ടാ വരുന്നത്. അയ്യോ, അപ്പൊ ഉറപ്പായി എന്റെ കാലും കയ്യും തല്ലി ഓടിക്കാൻ തന്നെ അവൻ ഇങ്ങോട്ട് വരുന്നത്. അത് ഉറപ്പല്ലേ സാറേ? കണ്ടോ, അയാളുടെ കയ്യിലൊരു ഗതയുണ്ട്. അത് വെച്ച് തല്ലാനുള്ള പരിപാടിയാ. അപ്പൊ ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, ഞാൻ ഇപ്പൊ വരാം. സാറേ, ഇതാര് പുഷ്കരനോ? സാറോടെ ധൃതിപ്പെട്ടി ഓടുന്നത്? ഏയ്, ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. അപ്പൊ ഒന്ന് നടക്കാന്ന് കരുതി. സാറിന്റെ കയ്യിൽ 100 ഉണ്ടോ സാറേ തരാൻ? അത് പിന്നെ കാശ് എനിക്ക് ഭയങ്കര അത്യാവശ്യമായി. താ സാറേ. കൊടുക്ക് സാറേ. എടാ അതെ, സാറേ. ഈ ഒരു 100 രൂപ എന്റെ കയ്യിലുള്ളൂ. ഓക്കെ, അത് മതി. ഒരു തീപ്പെട്ടി ഉണ്ട് എടുക്കേ. ഞാൻ പോയിട്ട് വരാം. എവിടെ പോണം? താൻ പട്ടി. ഞാൻ പട്ടിയാ? അല്ല, തനിക്ക് തീപ്പെട്ടി വേണമെന്ന് ആ, പറഞ്ഞു. പോ എടുത്തിട്ട് പോ, പോ. ഞാൻ പോയിട്ട് വരാം. പോട്ടോ. അതെ പുഷ്കര, ഇതൊന്നും ഹലോ, ശരിയല്ല. സാറെന്താണ് പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. എടാ പട്ടി, പോലീസ് സ്റ്റേഷനിൽ വന്ന് തീപ്പെട്ടി ചോദിക്കാൻ നീ ആരടാ നല്ല പറയാൻ വന്നത് അല്ലേ? തീപ്പെട്ടി. ആ, ഓക്കെ, താങ്ക് യു. എന്റെ ഒരു വലിയ ആഗ്രഹം, പോലീസ് സ്റ്റേഷനിൽ സിഗരറ്റ് ഒക്കെ വലിക്കുമോ? ഭർത്താവ് സിഗരറ്റ് വലിക്കും? പുഷ്കര, മണഗുണാഞ്ചൻ വലിപ്പിക്കാം. വലിപ്പിക്കണം. അതെ, സിഗരറ്റ് വലിക്കരുത്. വലിച്ച വലിയ വില കൊടുക്കേണ്ടി വരും. ഞാനിത് മോഷ്ടിച്ചതാ. എന്ത് ചെയ്യാൻ? ചുമ്മാ ഒരു സിഗരറ്റിന് തീ കൊളുത്തിയപ്പോ എന്താ സുഖം, അതും പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിൽ വന്ന് നീ തോന്നിയാസം കാണിക്കണം. സത്യം പറയടാ, എന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ നിനക്ക് ആരാ കൊട്ടേഷൻ തന്നെ? ആര് കൊട്ടേഷൻ തരാൻ? ആര് പറഞ്ഞു സാറിന്റെ അടുത്ത്? ഇനിയിപ്പോ ഇത്രയും നല്ല മനുഷ്യനായ സാറിനെതിരെ ഇനിയിപ്പോ കൊട്ടേഷൻ തന്നാ തന്നെ ഞാനത് ഏറ്റെടുക്കോ സാറേ? സത്യം പറയടാ, ആരാടാ ഈ കാര്യം ഇവിടെ ഫോണിൽ വിളിച്ച് പറഞ്ഞ? അത് എന്ത് കാര്യം? സാറേ, എന്റെ പൊന്ന് സാറേ, ഈ ലോകം മൊത്തം കളവല്ലേ? പണ്ടാരോ പറഞ്ഞതുപോലെ വാഴവേ മായം. പിന്നെ എന്ത് മാങ്ങാ തൊലിക്കാ സാറേ ഈ സത്യസന്ധനായിട്ടൊക്കെ നിൽക്കുന്നത്? സാറേ, സത്യം പറഞ്ഞാൽ നമ്മുടെ CSRും ആലുക്കുട്ടി സാറും കൂടെ സാറിനെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ നിന്ന് കൊടുത്തേ ഉള്ളൂ, അല്ലാതെ സാറിനെ തല്ലാനൊന്നും അല്ല. തല്ലാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ വടിയായിട്ട് ഇങ്ങോട്ട് വന്നേ? വടിയോ? വടിയ നിലം തുറക്കാൻ വേണ്ടി എന്റെ പെണ്ണും പിള്ള ഒരു മൂപ്പ് വാങ്ങണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചടാ. ഇത് നിലനിറക്കാനുള്ളത് അല്ലാതെ വടിയല്ല. ഇനി മേലാൽ ഇങ്ങനെയുള്ള ആക്രി സാധനം പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ? ഇല്ല സാർ, പക്ഷെ എന്തായാലും സാർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. സാറിനെ പൂട്ടാൻ വേണ്ടി CSR ശ്രമിക്കുന്നുണ്ട്. താൻ എന്നെ പൂട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പൂട്ടും. സോറി സാറ്, ഒരു സീൻ ഉണ്ടാക്കിയതിന്. ഇതിന്റെ തിരക്കഥ CSR ആണ്, അല്ലാതെ ഞാനല്ല. തീപ്പെട്ടി ഭർത്താവിനെ സിഗരറ്റ് വലിപ്പിക്കണ്ടേ? ഓക്കെ. എന്തൊക്കെയുണ്ട് പുഷ്കര വിശേഷങ്ങൾ? ഗോപി തീർന്നു. സത്യം. എന്റെ ശാരദരൻ സാറിന് CI സാറിനെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും SP സാറിനോട് പറയാമല്ലോ. സത്യം പറഞ്ഞ ഞങ്ങൾ സഹികെട്ടിരിക്കുക. ഇതുപോലൊരു സംഭവം വേറെ കാണില്ല. പിന്നെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുമ്പോ അറിയാതെ പോലും ഞാനാ ഇതിന്റെ പിന്നിലൊന്നും പറഞ്ഞേക്കല്ലേ. ശരി സാർ. ഓക്കെ സാർ. സോറി സാർ, ഞാൻ അല്പം ലേറ്റ് ആയി. ആ കാലമാടൻ അകത്തില്ലാത്തത് തന്റെ ഭാഗ്യം. ഏത് കാലമാടൻ? അയ്യോ സാർ, നമ്മുടെ മറ്റേ കാലമാടന്റെ കാര്യമാണ് പറഞ്ഞേ. സാരി കൊള്ളാലോ, അല്ലെങ്കിലും ഷീലയ്ക്ക് ഈ വേഷമാ ചേരുന്നത്. താങ്ക് യു സാർ. പിന്നല്ലാതെ വല്ല പിള്ളേരെയും പഠിപ്പിച്ച് വഴിയാധാരാക്കേണ്ട ആളാ ഇവിടെ വന്ന് ഈ പോലീസ് പണി എടുക്കുന്നത്. ഇന്നെന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ ഒപ്പിച്ച് കാണും. ജീവിച്ചു പൊക്കോട്ടെ സാറേ. ഇൻഷുറൻസ് എന്നും പറഞ്ഞൊരു തള്ളയുടെ അടുത്ത് പോയി ആട്ടും തുപ്പും കേട്ടിട്ട് വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാ ഞാൻ. എന്ത് കാര്യം? ഇൻഷുറൻസ് എടുത്ത് ചത്തിട്ട് വല്ലവരും വായിക്കരയിടുമ്പോ കാശ് എന്തിന്? മക്കള് തമ്മിൽ അടികൂടാനാണ് എന്നാണ് ആ തള്ള ചോദിക്കുന്നത്. അപ്പോ രാവിലെ തന്നെ കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ടാ വരുന്നേ. അല്ല, ഇപ്പോ ആക്സിഡന്റ് കേസൊന്നും കിട്ടുന്നില്ലയോ ഹസ്ബൻഡ് വക്കീലിന്? എവിടെ, ഓരോ വീട്ടിലും 3-4 വക്കീലന്മാര് കാണും. നമ്മള് കാശൊക്കെ ഒപ്പിച്ച് വേണമെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും ക്ലെയിമും കൊണ്ട് അവന്മാരങ്ങ് പോയി കളയും. അല്ല സാറേ, ഈ വനിതാ PC-മാരുടെ യൂണിഫോം സാരി തന്നെയാണ് നല്ലത്. ഞാനൊരു പരാതി കൊടുക്കാൻ വന്നോ സാറേ? പിന്നെ പരാതി തരാനല്ലാതെ കല്യാണം വിളിക്കാനാണോ പോലീസ് സ്റ്റേഷനിൽ അല്ല വരുന്നത്? സാറേ, ഇന്നലെ സാറിന് കല്യാണം വിളിക്കാൻ ഒരാൾ ഇവിടെ വന്നതോ? താൻ കാര്യം പറ. എന്താ പരാതി? എനിക്കൊരു ആക്സിഡന്റ് പറ്റി.
ആക്സിഡന്റിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഷീലേ ഓടിവാ, ഭാഗ്യം തെളിഞ്ഞു. ഒരു ആക്സിഡന്റ് കേസ്. മുറിവൊന്നുമില്ലടോ. തേടി വള്ളി ഓടി വന്ന് കാലെ ചുറ്റി എന്ന് പറയുന്നത് ഇതാ. അതെ, ഇത് ഒപ്പിച്ചത് ഞങ്ങളാ. കമ്മീഷൻ തരണം. പിന്നെ അതൊക്കെ തരാം സാറേ. ആദ്യമേ എന്റെ ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ചേട്ടാ, ഒന്ന് വേഗം വാ. സ്റ്റേഷനിൽ ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോ പിടിച്ചു വാ. ഏത് വണ്ടി അടിച്ചെന്ന് പറഞ്ഞത്? ചേട്ടന് ചായ വേണോ ഹോർലിക്സ് വേണോ? ഇതൊക്കെ എന്താ കഥ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ അല്ലേ? ഇത് വേറെ പോലീസ് സ്റ്റേഷനിൽ കിട്ടില്ല, ഞാനുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രം. ചേട്ടൻ ഡീറ്റെയിൽസ് പറ, കേസ് നമുക്ക് ചാർജ് ചെയ്യാന്നേ. അയ്യോ, കേസ് ഇത് അതല്ല. ആക്സിഡന്റ് കേസ് എന്നേ കൊടുത്തു. ഇത് വേറെയാ. ശീല വിട്ടോ, ഇത് കേസ് വേറെയാ. തനിക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോടോ. ഇനി എന്റെ ചേട്ടന്റെ ഓട്ടോക്കാശ് ആര് കൊടുക്കും? ഇതല്ലാതെ പിന്നെന്താ തന്റെ കേസ്? സാറേ, എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടന്നപ്പോ ഒരാൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ പിരിച്ചു. എന്റെ ഫോട്ടോ ഉള്ള പോസ്റ്റർ അടിച്ച് രാമകൃഷ്ണൻ സഹായ നിധി എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പിരിച്ചു സാറേ. ആരാ പിരിച്ചത്? എന്താ അവന്റെ പേര്? CK പോത്തൻ. ഓ, നമ്മുടെ സഹായനിധി പോത്തൻ. അതാരാ? എവിടെ അസുഖമോ ആക്സിഡന്റോ ഉണ്ടായാൽ ഈ പോത്തൻ അവിടെ ഓടിച്ചെന്ന് അവരുടെ ഫോട്ടോ എടുത്ത് സഹായനിധി ഉണ്ടാക്കും. ആൾക്കാരുടെ ഇടയിൽ മൂപ്പർക്ക് നല്ല പേരാ. തെണ്ടി സാറല്ല, പോത്തൻ. സകലടത്തൊന്നും കാശ് പിരിച്ചു. അവ വലിയ ബംഗ്ലാവ് വെച്ചോണ്ടിരിക്കുവാ. എന്നിട്ട് ഇതുവരെ ആരും പരാതിയൊന്നും തന്നിട്ടില്ലല്ലോ. എന്തായാലും താൻ ഒരു പരാതി ഇങ്ങനെ എഴുതാ. പോത്തിനെ നമുക്ക് പോത്ത് പോലെ പൂട്ടാം. എഴുത്. ഓ, ഇംഗ്ലീഷ് മീഡിയമാ എന്ന് വെച്ചാ മലയാളം അറിയില്ല. ഞാൻ എഴുതിക്കോളാം, പറഞ്ഞോ. എന്റെ അപകടത്തിന്റെ ചികിത്സയ്ക്കു വേണ്ടി AK പോത്തൻ എന്നയാൾ നാട്ടുകാരുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ സംഭാവനയായി സ്വീകരിച്ചു. സാർ അയച്ച 25,000 റുപ്യ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് സാർ അയച്ചത് ഗിരിധരപ്പൈ സഹായ നിധിയിലേക്കാണോ അതോ ഗിരീശംപിള്ള സഹായ നിധിയിലേക്കാണോ എന്നറിയാനായിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ഓ സോറി, ഗിരിജ നായർ സഹായ നിധിയിലേക്കാണല്ലേ. ഞാൻ റെസിപ്റ്റ് അയച്ചുതരാം സാർ. അതെ, ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കാശ് സംഭാവന നൽകിയാൽ റെസീപ്റ്റ് കാണിച്ചാൽ ഇൻകം ടാക്സ് കുറവ് വരുത്താം. ഓക്കെ സാർ. വിഡി 2,500 രൂപ ഇൻകം ടാക്സ് ലാഭിക്കാൻ 25,000 രൂപ അയച്ചു തന്നിരിക്കുന്നു. ചിരിക്കണ്ട, ഡോണ്ട് ലാഫ്. എന്റെ സാറേ, ഏത് സഹായനിധിയിൽ വരവെച്ചാലും കാശ് വരണേ സാറിന്റെ അക്കൗണ്ടിലല്ലേ, അതാ ചിരിച്ചത്. ഓടാ, വല്ലവരും കേട്ട അടിച്ചിന്റെ പല്ലിയാനളക്കും. വെൽക്കം സാർ. നമസ്കാരം. ഐ ആം KK പോത്തൻ. ഐ ആം പുഷ്പാങ്കദൻ. ഐ ആം ഷാജി. സ്വിറ്റ്സർലാൻഡിലാണ്. ഗുഡ്. അവിടെയൊക്കെ എന്റെ ക്ലയൻസ് ഉണ്ട് സാർ. ഞാനൊരു സാമൂഹ്യ സേവകനാണ് സാർ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായമാണ് സാർ ചെയ്യേണ്ടത്? പോത്തൻ സാറേ, ഇദ്ദേഹം വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. ചാരിറ്റിക്ക് വേണ്ടി എത്ര കാശ് വേണേലും ചെലവാക്കും. ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി. അയ്യോ മിസ്റ്റർ പോത്തൻ, വെറും ഒരു 500 രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നെങ്കിൽ എന്റെ അമ്മ എന്നെ വിട്ടു പോകില്ലായിരുന്നു. മിസ്റ്റർ പോത്തൻ, വെറും ഒരു 500 രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നെങ്കിൽ എന്റെ അമ്മ എന്നെ വിട്ടു പോകില്ലായിരുന്നു. സാർ, ഒറ്റ ഫോൺ മതിയായിരുന്നു. പോത്തൻ സാർ സഹായനിധി ഉണ്ടാക്കി എത്ര ഇഞ്ചക്ഷൻ വേണേലും എടുക്കില്ലായിരുന്നു. എന്റെ ചെറുപ്പത്തിലെ അമ്മ എന്നെ വിട്ടു പോയത്. അങ്ങനെ അനാഥനായ ഞാൻ നാട് വിട്ടു പല ദേശങ്ങൾ. ഇപ്പോ വലിയൊരു കോടീശ്വരനായിട്ടാ ആള് തിരിച്ചു വന്നിരിക്കുന്നത്. വെരി ഗുഡ്. താങ്ക് യു. ഏത് സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യാം? അതെ, ഏതായാലും പോത്തൻ സാറിന് ഒരുപോലെയാണ് അല്ലേ സാറേ? ശരിയാക്കി തരാം. മിസ്റ്റർ പോത്തൻ, ഒരു ആക്സിഡന്റ് കേസ് K. രാമകൃഷ്ണൻ. ഓ രാമകൃഷ്ണൻ. ഓ രാമകൃഷ്ണൻ അല്ല, K. രാമകൃഷ്ണൻ. ഓക്കെ അല്ല മിസ്റ്റർ പോത്തൻ, ഈ ബുക്ക് ഞാൻ നോക്കുന്നുണ്ട് വിരോധമുണ്ടോ? അല്ല, ഓരോരുത്തരും എത്ര കൊടുത്തു എന്ന് അറിയാലോ. അതെ, ഈ ബുക്കിൽ ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്ന ആളിനേക്കാളും കൂടുതൽ തരിക എന്നുള്ളതാണ് സാറിന്റെ രീതി. താങ്ക് യു. ഓ മൈ ഗോഡ്, 4,26,000 രൂപ. ഈ കാശൊക്കെ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞോ? അയാൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ? ഫുൾ കാശ് കൊടുത്തു.
അയാളിപ്പോ അസുഖം ഭേദമായി ജോലിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ എങ്കിലും മരുന്നിനും മറ്റും മാസം വലിയ തുക വരും സർ. 1 lakh per month. 1 lakh? രാമകൃഷ്ണ, വരുവാ സാറേ. ഇതല്ലേ രാമകൃഷ്ണൻ? തെണ്ടി, പാവങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നില്ലടാ. രാമകൃഷ്ണ, ഈ തെണ്ടിക്കിട്ട് പൊട്ടിക്കറണം. ഞെട്ടണ്ട. സ്ഥലം എസ് ഐ ദിനേശനാ ഞാൻ. ഇത് ASI പത്മകുമാർ. തന്നെ പൂട്ടാനുള്ള സകല കാര്യങ്ങളും ഞാൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് അവന്റെ ഫയലൊക്കെ എടുത്തിട്ട് വാ. അവന്റെ ഒരു വ്യാജ ഫയലും. മേലാൽ ഇവിടെ കണ്ടുപോകരുത്. ലുട്ടാപ്പി. എന്താടി വല്ല കള്ളന്മാരും വന്നോ? അതോ കുളിമുറിയിൽ വല്ലൊരു ഒളിക്യാമറ വെച്ചോ? അതൊന്നുമല്ല. പിന്നെ എന്തോ ഒരു അനക്കം. എവിടെ? ഒന്ന് വന്ന് നോക്ക് മനുഷ്യ. CI ആണത്രേ, CI. എടി, ഞാൻ CI ആണെന്ന് നിനക്കറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. പാമ്പിന് ഇത് വല്ലതും അറിയാവോ? ചുമ്മാ പറഞ്ഞു നിൽക്കാതെ വാ മനുഷ്യ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, കാത്തോടെ നീ ഇവിടെ വാ. എവിടെ? അല്ലേ വേണ്ട, ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് വിളിച്ചു പറയാം. ഞാൻ സാറിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. പാമ്പിലൊരു തവളയില്ല. ടെസ്റ്റ് ചെയ്താണല്ലേ? എനിക്കറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പേടിച്ചതായിട്ടൊന്ന് അഭിനയിച്ചത്. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? പിന്നെ ഒരു പേടിത്തൊണ്ട്. സാറേ, സാറേ, ആരുടെ ഈ പാതിരാത്രിക്ക് കിടന്ന് മേളം ഉണ്ടാക്കുന്നേ? സാറേ, പിച്ച തരുത്തില്ല. സാറേ. പോടാ അവിടുന്ന്. അയ്യോ സാറേ, പിച്ചക്കാരനല്ല, ആലിക്കുട്ടിയാ. ഒരു കോളത്ത് വന്നിട്ടുണ്ട്. കോളോ? ദാ വരുന്നു. താൻ വൃത്തിയായിട്ട് പല്ല് തേക്കാറുണ്ടല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി സാറേ? പല്ല് മാത്രം വരുന്ന വെട്ടിത്തിളങ്ങുന്നു. ആ വെട്ടിത്തിളക്കം കണ്ടപ്പോഴാ താൻ പല്ലിന്റെ പുറകിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. വെറുതെ മനുഷ്യനെ കളിയാക്കല്ലേ സാറേ. ഞാൻ സാറിനൊരു കോളുമായിട്ട് വന്നതാ. കോളോ? എന്ത് കോള്? സാറേ, നമ്മുടെ പോത്തനില്ലേ? ആ പോത്തിനോടോ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് വെട്ടിയത്. ഈ പോത്തനോട് പറയാമെന്ന് എന്ത് വേണം പറയാം. സാറേ, നമ്മുടെ പോത്തനില്ലേ, സഹായ നിധി പോത്തൻ. ഓ, നമ്മുടെ പോത്തൻ. അവനെന്നാ ചത്തോ? ചത്തയൊന്നും ഇല്ല സാറേ. പോത്തനെ നമ്മുടെ SI സാർ പൊക്കി. എന്തിന്? എന്തിനാന്ന് വെച്ചാ ഒരുത്തനൊരു പരാതി കൊടുത്തു. അയാളുടെ പേരിൽ സഹായ നിധി തുടങ്ങിയിട്ട് ഒറ്റ പൈസ കൊടുക്കാതെ പോത്തൻ എല്ലാ പൈസയും അടിച്ചു മാറ്റിയിരുന്നു. അപ്പൊ പോത്തന്റെ ഒരുപാട് പൈസ കാണുമല്ലോ. കാണണമല്ലോ. അതുകൊണ്ടല്ലേ സാറ് കോവളത്ത് വന്നെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കോവളത്ത് വന്നോ? എപ്പോ? അയ്യോ, അതല്ല, സാറിന് കോളൊത്ത് വന്നെന്ന് ഞാൻ പറഞ്ഞത്. അത് കലക്കുമല്ലോ. ഒരു പാമ്പിനെ കാണുമ്പോ പേടിക്കുന്ന ആളാ. CI ആണത്രേ, CI. അതെനിക്ക് മനസ്സിലായി. ഇത് ഭാര്യയും അത് ഭർത്താവുമാണ്. ഒരു വേട്ടാവളിയും ഭർത്താവ്. സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ രക്ഷിക്കണം. ഒറ്റ വീക്ക് വെച്ചോന്നാണല്ലോ. തല്ലല്ലേ സാറേ, ഞാൻ ഒരു അറ്റാക്ക് വന്ന മനുഷ്യനെ സാറേ. അതിനെന്താണോ ഇത്രയും നാള് നാട്ടുകാർക്ക് വേണ്ടി സഹായനിധി ഉണ്ടാക്കിയ താൻ ഇനി തനിക്ക് വേണ്ടി ഒരു സഹായനിധി ഉണ്ടാക്കണോ? ഹാർട്ട് അറ്റാക്ക് സഹായനിധി. ഇനി ഞാൻ ആരെയും പറ്റിക്കുന്നില്ല സാറേ. കരയണ്ട കേട്ടോ, തന്നെ ഞാൻ രക്ഷിക്കാം. പകരം താൻ എനിക്ക് തന്റെ കയ്യിലുള്ള ATM കാർഡ് മാത്രം തന്നാ മതി. അതിന് കാർഡൊന്നുമില്ല സാറേ. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും കോഡ് നമ്പർ പറ. തെറ്റാണെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോത്തില്ല. പറയാ സാറേ, പറയാ. അങ്ങനെ വഴിച്ചു വാ. ഹലോ ആലിക്കുട്ടി, താൻ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. ഒരു ബാഗും എടുത്തോ. ATM വരെ ഒന്ന് പോണം. കുറച്ച് കാശ് എടുക്കാനാ. എടോ പോത്താ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടില്ലേ പോത്താ? ആ ദൈവത്തിന്റെ പേരാണ് CI ഷിജു. സാറേ, ഇത് വലിയ ചതിയായിപ്പോയി സാറേ. ഇത് വലിയ ചതിയായിപ്പോയി സാറേ. ഞാൻ കൃത്യമായി പരാതി തന്നിട്ട് നിങ്ങൾ വിളിച്ച പോത്തനെ കേസില്ലാതെ വെറുതെ വിട്ടില്ലേ? എടോ, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെക്കാളും വലിയ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. CI സാർ, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കും. എനിക്കാരെയും പേടിയില്ല, ഞാൻ ചോദിക്കും. CI എങ്കിൽ CI. നമ്മൾ എന്ത് ചെയ്യാനാണ്? ആകെ പ്രശ്നമായല്ലോ സാറേ. പ്രശ്നങ്ങളൊക്കെ ഒതുക്കാനല്ലയോ ഞാൻ ഇവിടെ ഈ തൊപ്പിയും വെച്ചോണ്ടിരിക്കുന്നത്. താൻ കാര്യം എന്തോന്ന് വെച്ചാ പറയൂ.
സാറ് പറഞ്ഞിട്ടാ ഞാൻ ആ പോത്തന്റെ ATM ന്ന് കാശ് എടുത്തത്. അയാള് നേരിട്ട് SP കംപ്ലൈന്റ് ചെയ്യാൻ പോയിരിക്കുക. എന്നിട്ട് കാറിലിരുന്ന് എന്നെ ഭീഷണിപ്പെടുത്തി സാറേ. തന്നെയോ അല്ല, ATM ക്യാമറയിൽ എന്റെ രൂപം പതിഞ്ഞത് കൊണ്ട് ഞാൻ അകത്ത് പോകേണ്ടി വരുമെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ പോയാ എന്റെ പുറകെ സാറും അഴി എണ്ണേണ്ടി വരും. അത് കുഴപ്പമാണല്ലോ. കുഴപ്പമാണ്. ഇത് വലിയ ചതിയായി പോയല്ലോ സാറേ. സാറ് കാശ് വാങ്ങിയിട്ട് ആ പോത്തനെ ഒഴിവാക്കിയല്ലേ ആക്സിഡന്റ് പറ്റിയ എന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുവാനാ സാറേ അവൻ. അപ്പൊ താനാണ് പരാതിക്കാരൻ രാമകൃഷ്ണൻ. അതെ സാർ. അപ്പൊ തനിക്കിപ്പൊ കാശ് കിട്ടണം, അത്രയല്ലേ വേണ്ടു? അതെ. തനിക്കിപ്പോ എന്താ വേണ്ടേ? പോത്തനെ സ്പീഡ് എടുക്കുക, എത്തരുത്. അതെ സാർ. ഓക്കെ, വെയിറ്റ്. ഇപ്പൊ ശരിയാക്കി തരാം. എന്താ പിള്ളേരെ, SP ഓഫീസിലെടുത്ത് ഒരു കാറിൽ പോത്തനെന്ന് പറഞ്ഞ ഒരാൾ വന്നിറങ്ങുമ്പോ അവനെ വണ്ടി ഇടിക്കണം. എടാ, അവന്റെ ഫോട്ടോയും പുല്ലും ഒക്കെ വാട്സാപ്പിൽ അയച്ചു തരാം. കൊല്ലണ്ട. ആക്സിഡന്റ് ആയിട്ട് അവൻ കുറച്ചു കാലം ഒന്ന് കിടക്കണം. പറ്റുവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവനൊന്നും ഓർമ്മ കാണരുത്. ഓക്കെ ഓക്കെ. നമ്മുടെ പിള്ളേർ 1/2 മണിക്കൂറിനുള്ളിൽ ആ ആശുപത്രിയിലാക്കും, ICUയിൽ. എടോ രാമകൃഷ്ണ, താൻ ഇപ്പൊ തന്നെ ഒരു പോസ്റ്റർ അടിച്ചു വെച്ചു. എന്ത് പോസ്റ്ററാ സാറേ? ആള് വടിയാകുമോ? KK പോത്തൻ അപകട സഹായ നിധിയിലേക്ക് സംഭാവന വേണമെന്നും പറഞ്ഞ് താൻ പോസ്റ്റർ അടിച്ചോ. തന്റെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും വെച്ചോ. എന്നിട്ട് ഇഷ്ടം പോലെ കാശ് പിരിച്ചോടോ. കാശൊക്കെ ആവുമ്പോ നമ്മളെ കൂടെ ഗവനിക്കണം കേട്ടോ. എന്റെ അള്ളോ, ഒടുക്കത്തെ ബുദ്ധി തന്നെയാ. ഈ CA ശിശു സാറുണ്ടല്ലോ, ഒരു 1.5 1.5 അല്ല 1.25 സംഭവമാ.